സൗദിയുടെ വടക്കൻ മേഖലയിലുള്ള ചരിത്രപ്രധാന നഗരമായ മദായിൻ സാലിഹ് അടച്ചിടാൻ തീരുമാനിച്ചു. അൽ-ഉല റോയൽ അതോറിറ്റിയാണ് പുരാവസ്തു പരിവേഷണത്തിന് വേണ്ടി മദായിൻ സാലിഹും പ്രദേശത്തെ ഏതാനും ചരിത്ര സ്ഥലങ്ങളും അടയ്ക്കാൻ തീരുമാനിച്ചത്. ദൗത്യം പൂർത്തീകരിച്ച് 2020 മദായിൻ സാലിഹ് സന്ദർശകർക്കായി തുറക്കുമെന്നും അതോറിറ്റി തീരുമാനിച്ചു. സൗദിയിലെ യുനെസ്കോ അംഗീകാരമുള്ള ഏക ചരിത്ര പ്രദേശമാണ് മദായിൻ സ്വാലിഹ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച ശേഷം ഇവിടേക്ക് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശനം വർദ്ധിച്ചിരുന്നു. പ്രവാചകൻ സ്വാലിഹിന്റെയും ധമൂദ് വർഗ്ഗക്കാരുടെയും വാസസ്ഥലം എന്ന നിലയ്ക്കാണ് പ്രദേശം പ്രസിദ്ധമായത്. കൂടാതെ നബിദികളുടെ അവശിഷ്ടങ്ങളും ഇവിടെ ധാരാളമായുണ്ട്. പാറ തുരന്നുണ്ടാക്കിയ ഭവനങ്ങളും കുഴിമാടങ്ങളും ഇപ്പോഴും ഇവിടെ കാണികളെ ആകർഷിക്കുന്ന ഘടകമാണ്. പുരാതന ഹിജാസ് റെയിൽവേയുടെ അൽഹിജർ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളും മദായിൻ സ്വാലിഹ് ചരിത്ര നഗരിയുടെ ഭാഗമാണ്. മദായിന് പുറമെ അൽ-ഖരീബ, ഇക്മ പർവ്വതം എന്നീ പുരാതന പ്രദേശങ്ങളും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അൽ-ഉല റോയൽ അതോറിറ്റി വ്യക്തമാക്കി. വർഷങ്ങളായി തുടർന്നുവരുന്ന പുരാവസ്തു ഖനനവും പര്യവേഷണവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചാണ് ചരിത്ര പ്രദേശം അടച്ചിടുന്നതെന്നും അധികൃതർ വിശദീകരിച്ചു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്.